മക്കളെ വെരി ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് 204 പേജിലെ 4ാമത്തെ ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അധികം വൈകാതെ അല്ലെങ്കിൽ ലാഗ് എടുപ്പിക്കാതെ നമ്മൾ ചോദ്യത്തിക്ക് തന്നെ പോവാം. നമുക്കിന്ന് കഥകളൊന്നും വേറെ പറയാനൊന്നുമില്ല. ഓക്കെ, നമുക്ക് 4ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ പാർശ്വപരപ്പ് 120 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഈ 120 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതും ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറയുന്നതും ഒരാൾ തന്നെയാണ്. ഓക്കെ, പറഞ്ഞ കാര്യം നമുക്കൊന്ന് ചിത്രമായിട്ടൊന്ന് പറഞ്ഞു. ഇയാളെന്താ സമഭുജ ത്രികോണ സ്തംഭമാണ്. ഓക്കെ, വെറും ത്രികോണ സ്തംഭമല്ല, എന്താ സമഭുജ ത്രികോണ സ്തംഭമാണ്. അതായത് ഈ സ്തംഭത്തിന്റെ ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പാർശ്വപരപ്പ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ, ഓക്കെ, ഇതാണ് നമ്മളുടെ പാർശ്വപരപ്പ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇയാള് എന്ന് പറയുന്നത്, അതായത് ഈ 3 ആൾക്കാരും ഈ 3 ഫേസുകളില്ലേ, ഇതിൽ ഓരോ ഫേസുകളെയും നമ്മൾ പറയും ലാറ്ററൽ ഫേസസ് അല്ലെങ്കിൽ പാർശ്വമുഖം എന്ന് പറയും. ഈ 3 പാർശ്വമുഖങ്ങളും കൂട്ടിയതാണ് 120 സെന്റിമീറ്റർ സ്ക്വയർ. റെഡിയാണോ? ആരൊക്കെയാ? നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ടൊക്കെ വരും കേട്ടോ. അപ്പോ ആരൊക്കെയാ? 3 പാർശ്വമുഖങ്ങൾ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ ലാറ്ററൽ ഫേസസ്, 3 ലാറ്ററൽ ഫേസസുകൾ കൂടിയിട്ടുള്ളതാണ് 120 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. മക്കളെ നോക്കടാ, ഇയാളൊക്കെ എന്താ ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലെ ഒരു ലാറ്ററൽ ഫേസ് അല്ലെങ്കിൽ ഒരു പാർശ്വമുഖം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 സെന്റിമീറ്റർ സ്ക്വയർ ബൈ 120 സെന്റിമീറ്റർ സ്ക്വയർ ബൈ 3 ആയിരിക്കും. അതായത് 40 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഒരാള് എന്ന് പറയുന്നത്. റെഡിയാണോ? ഈ പറഞ്ഞ കാര്യം നമ്മൾ ചിത്രമൊക്കെ ഒന്ന് വരയ്ക്കും. നമുക്ക് ഫസ്റ്റത്തെ ഒരു ചോദ്യം നോക്കാം. ഇയാള് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടിയോ? ഓക്കെ, ഇയാൾ അവിടെ നിൽക്കട്ടെ കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത്തരം 2 സ്തംഭങ്ങൾ ചേർത്ത് വെച്ച് ഇത്തരം സമഭുജ ത്രികോണ സ്തംഭങ്ങളാണ് അത്തരം സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം 2 സ്തംഭങ്ങൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്ന സമഭുജ സാമാന്തരിക സ്തംഭത്തിന്റെ എന്താണ് മക്കളെ? ഈ സമഭുജ സാമാന്തരിക സ്തംഭം പാരലലോഗ്രാം എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, റോംബസ് എന്ന് പറയും. ഇതാണ് സാമാന്തരികം എന്ന് പറയുന്നത്. ഈ സാമാന്തരികത്തിന്റെ അല്ലെങ്കിൽ പാരലലോഗ്രാമത്തിന്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആണെങ്കിൽ അയാളെ നമ്മൾ സമഭുജ സാമാന്തരികം എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ റോംബസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇയാളെന്താ ഒരു റോംബസ് ആണ്, റോംബസ് പ്രിസ് ആണ്. അപ്പൊ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റോംബസ് ആയിരിക്കും. നമുക്ക് അതേപോലെ ആൾക്കാരൊന്ന് വരച്ചു നോക്കാം പറഞ്ഞ കാര്യങ്ങൾ. അതായത് നമ്മളടുത്ത ഒരു ട്രയാങ്കിൾ പ്രിസം ഉണ്ടായിരുന്നു, അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇതേപോലത്തെ 2 ചെങ്ങായിമാരെ കൂട്ടി വെച്ചിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇതേപോലത്തെ 2 ചെങ്ങായിമാരെ നമ്മൾ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ ഉണ്ടാക്കിയത്? സമഭുജ സാമാന്തരിക സ്തംഭം. ഇതേപോലെ 2 ആൾക്കാരെ കൂട്ടി വെച്ചിട്ട് ഇതേപോലൊരു സ്തംഭം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇയാളെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഏകദേശം ഇയാൾ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇതായിരിക്കും ഇയാള് എന്ന് പറയുന്നത്. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യം എന്താ? ഇയാളുടെ പാർശ്വപരപ്പ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ട് ഇയാള് എന്ന് പറയുന്നത് 40 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. അങ്ങനെ എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ നോക്കിയാ പോരെ മക്കളെ? നോക്കടാ, 1 2 മൂന്നാമത്തെ ആള് ഇവിടെ കേട്ടോ, 3 അപ്പുറത്തില്ലേ, അപ്പുറത്ത് 4ാമത്തെ ആള് ഇവിടെ. അങ്ങനെ 4 ആൾക്കാർ വന്നിട്ടുണ്ട് അല്ലെ. 2 ത്രികോണ സ്തംഭങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു സ്തംഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്തംഭത്തിന്റെ പാർശ്വപരപ്പ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയപ്പോ ഇയാൾക്ക് 4 പാർശ്വമുഖങ്ങൾ അല്ലെങ്കിൽ 4 ലാറ്ററൽ ഫേസ് ഉണ്ട്. ഒരു ലാറ്ററൽ ഫേസ് എന്ന് പറയുന്നത്
40 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ 4 ലാറ്ററൽ ഫേസുകൾ 4 ഇൻറ്റു ലാറ്ററൽ ഫേസ് അല്ലെങ്കിൽ പാർശ്വമുഖം 40 ആണ്, 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, ഈക്വൽ ടു 160 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ? ഇത്തരം രണ്ട് സ്തംഭങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കുന്ന സമഭുജ സാമാന്തരികത്തിന്റെ ഇയാളുടെ പാർശ്വപരപ്പ്, ചുറ്റുമുള്ള പരപ്പാണ് ചോദിച്ചിട്ടുള്ളത്. ഒരാള് എന്ന് പറയുന്നത് 40 ആണ്. അപ്പൊ 4 ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതാ ഇയാൾ ഒന്നാണ്, ഇയാൾ ഒന്നാണ്, ഇയാളും ഒന്നാണ്. നമ്മൾ അതൊന്നും നോക്കണ്ട. നമുക്ക് വന്നിട്ടുള്ള ആളെന്താ? സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസ് ആണ്. റോംബസിന് എത്ര വശങ്ങളുണ്ട് മക്കളെ? 4 വശങ്ങളുണ്ട്. അപ്പോ 4 ഫേസസുകൾ അയാൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ 5 വശങ്ങൾ താഴെ ഉണ്ടെങ്കിൽ 5 ഫേസസുകൾ ഉണ്ടായിരിക്കും. 6 വശങ്ങൾ ഉണ്ടെങ്കിൽ 6 ഫേസസുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ താഴെ എത്ര വശങ്ങളാണ്? 3 എണ്ണാണ്. അപ്പൊ 3 ഫേസസുകൾ ഉണ്ടായിരിക്കും. ഇവിടെ വന്നിട്ടുള്ളത് 4 വശങ്ങളാണ്. അപ്പൊ 4 ഫേസസുകൾ ഉണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. ഒരാളെ നമുക്കറിയാം. അപ്പൊ 4 ആളത് കാണാൻ സുഖല്ലേ? നമുക്ക് അടുത്തൊരു ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. ഇയാളെ നമുക്ക് കിട്ടി 160 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. രണ്ടാമത്തെ ചോദ്യം ഉണ്ട് നമുക്ക്. ഇത്തരം 3 സ്തംഭങ്ങൾ ചേർത്ത് വെച്ച്, ഒന്നല്ല രണ്ടല്ല 3 സ്തംഭങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ചേർത്ത് വെക്കാൻ പോവാണ്. ചേർത്ത് വെച്ചുണ്ടാക്കുന്ന സമപാർശ്വ ലംബകം അല്ലെങ്കിൽ ഐസോസിലസ് റോംബസ് എന്നൊക്കെ നമ്മൾ പറയും. ഇയാളെ പാർശ്വ പരപ്പളവുമാണ് കാണേണ്ടതും. ഒരാളല്ല 3 ആളാണ്. അപ്പൊ നമ്മൾ ഇയാളൊന്നുകൂടെ വരയ്ക്കാൻ പോവാണിതാ. ഒരാള് വന്നു, രണ്ടാമത്തെ ആളെ നമ്മൾ വരച്ചു കഴിഞ്ഞു, മൂന്നാമത്തെ ആളെയും നമ്മൾ വരച്ചു കഴിഞ്ഞു. ഏകദേശം നമ്മളെ ചിത്രം എന്ന് പറയുന്നത് ഇങ്ങനെ വരും. നോക്കടാ, ഇയാളെന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കും നമ്മളെ സ്തംഭം വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ. 3 ത്രികോണ സ്തംഭങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ഇതേപോലെ സമപാർശ്വ ലംബക സ്തംഭം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഐസോസിലസ് റോംബസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പാർശ്വപരപ്പ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചുള്ളത്. നോക്കടാ, ഇയാൾക്ക് എത്ര ഫേസസുകൾ ഉണ്ട് നോക്കിയാൽ പോരെ? ഒരു ഫേസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ത്രികോണ സ്തംഭം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ത്രികോണ സ്തംഭത്തിന്റെ ഒരു ഫേസ് നമുക്കറിയാം. ആ ഫേസ് തന്നെയാണ് ഈ ഉണ്ടാക്കിയിട്ടുള്ള സ്തംഭങ്ങളുടെ ഫേസ് എന്ന് പറയുന്നത്. മക്കളെ നോക്കടാ, ഇയാളെ ബേസ് എന്ന് പറയുന്നത് ഇതാണ് ഇയാളുടെ ബേസ്. ഇതിക്ക് തന്നെ വരാം. 1 2 3 4 5 5 ബേസുകൾ ഉണ്ട് താഴെ. അപ്പൊ 5 മുഖങ്ങൾ ഉണ്ടായിരിക്കും, 5 ഫേസസുകൾ ഉണ്ടായിരിക്കും. അപ്പോ 5 ഇൻറ്റു ഒരാളത്തെ എത്ര? 5 ഇൻറ്റു ലാറ്ററൽ ഫേസ് ആണ്. ലാറ്ററൽ ഫേസ് അല്ലെങ്കിൽ പാർശ്വമുഖം 5 ഇൻറ്റു എത്രയാ? ഒരാൾ എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ 5 4 20 200 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഇത്രയും റെഡിയാണോ? രണ്ടാമത്തെ ആളെ നമുക്ക് കിട്ടി 200 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന്. താഴെ എത്ര? താഴെ ഒരാള്, മുകളിൽ 2 ആള്. ഇതാണ് പാദം എന്താ? സമപാർശ്വ ലംബകമാണെന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. 2 ത്രികോണങ്ങൾ ചേർന്ന് അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതൊരു ഒറ്റ വശമല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. 2 ത്രികോണങ്ങൾ ചേർന്നിട്ടാണ് ഒരൊറ്റ വശം ഉണ്ടായിട്ടുള്ളത്. ഒരു ത്രികോണത്തിന്റെ ഒരു വശം, സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം, മറ്റേ സമഭുജ ത്രികോണത്തിന്റെ മറ്റേ വശം. 1 2 3 4 5. ഇത് ഉള്ളിലുള്ളതാണ്. അത് നോക്കേണ്ട ആവശ്യമില്ല. ഉള്ളിലുള്ളതല്ല നോക്കേണ്ടത്. നമ്മളുടെ ഈ സ്തംഭത്തിൻ്റെത് ബേസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോഴാണ് 5 എണ്ണം. റെഡി ആണോ? നമുക്ക് അടുത്ത മൂന്നാമത്തെ ഒരു ചോദ്യത്തേക്ക് നമുക്ക് പോവാം. ഇത്തരം 6 സ്തംഭങ്ങൾ ചേർത്ത് വെച്ചുണ്ടാക്കുന്ന സമഷഡ്ഭുജത്തിന്റെ പാർശ്വപരപ്പ് എത്ര എന്നാണ് പാർശ്വപരപ്പ് എത്ര എന്നാ ചോദിച്ചുള്ളത്. ഇങ്ങനെ 2 ആളുണ്ടാക്കിയപ്പോൾ ഇയാളെ കിട്ടി, 3 ആളുണ്ടാക്കിയപ്പോ ഇയാളെ കിട്ടി. അങ്ങനെ പോലെ 6 ആൾക്കാരുണ്ടാക്കണം. 6 ആൾക്കാരുണ്ടാക്കുക എന്ന് പറയുമ്പോ മക്കളെ നോക്കടാ, 1 2 3 ആൾക്കാരെ അങ്ങനെ ഉണ്ടാക്കി. താഴെ ഒരാളെയും കൂടി ഞാൻ വെച്ച് കഴിഞ്ഞു. അടുത്തൊരാളെ ഞാൻ വെച്ച് കഴിഞ്ഞു. അടുത്ത ഒരാളെയും ഞാൻ വെച്ച് കഴിഞ്ഞു. മക്കളെ നോക്കടാ, ഇയാളൊരു
സമ ഷഡ്ഭുജ സ്തംഭമല്ലേ? ഇയാളൊരു 1 2 3 4 5 6 അങ്ങനെ ഈ പിക്ചർ ഇതേപോലെ ഒരു പിക്ചർ അല്ലേ നമുക്ക് ഇവിടെ വരച്ചാൽ നമുക്ക് കിട്ടുക. അപ്പൊ ഇയാൾക്ക് പാദം എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ മതി അല്ലെ? പാദം എത്ര എണ്ണം ഉണ്ട് നോക്കിയാൽ മതി. അപ്പൊ പിക്ചർ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ പിക്ചർ വരയ്ക്കണം. നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ കാണിച്ചു തരാം. 1 2 3 4 5 6. അപ്പൊ ബേസിൽ 6 വശങ്ങളുണ്ട്. അപ്പൊ എത്ര മുഖങ്ങൾ ഉണ്ടായിരിക്കും? എത്ര ലാറ്ററൽ ഫേസസുകൾ ഉണ്ടായിരിക്കും? 6 ലാറ്ററൽ ഫേസസുകൾ ഉണ്ടായിരിക്കും. അപ്പോ 6 ഇൻറ്റു ലാറ്ററൽ ഫേസ് ഈക്വൽ ടു 6 ഇൻറ്റു ഒരു ലാറ്ററൽ ഫേസ് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് 4 ഇൻറ്റു 6 240 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. റെഡിയാണോ? ചിത്രം നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരാളുടെ ബേസിൽ എത്ര വശങ്ങൾ ഉണ്ട് നോക്കിയാൽ മതി, അത്രയും ഫേസസ് അയാൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, നമുക്ക് 204-ാമത്തെ പേജിൽ 5-ാമത്തെ ഒരു ചോദ്യം ഉണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. വശങ്ങളെല്ലാം 10 സെന്റിമീറ്റർ ആയ സമചതുര തകിടുകൾ 6 എണ്ണം ചേർത്ത് വെച്ച് ഒരു സമചതുര സ്തംഭം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് മക്കളെ ഈ സമചതുര തകിടുകൾ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ഒരു സമചതുര ആകൃതിയുള്ള ഒരു ഇരുമ്പിന്റെ ഷീറ്റോ ഒരു സമചതുര ആകൃതിയുള്ള ഒരു ഷീറ്റാണ് സമചതുര തകിടുകൾ എന്ന് പറയുന്നത്. അങ്ങനെ എത്ര ആൾക്കാരെ കൂട്ടി വെച്ചിട്ടുണ്ട്? 6 ആൾക്കാരെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതിലെ ഒരു വശം അല്ലെങ്കിൽ ഒരു വശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. നമ്മളൊന്നും ആലോചിക്കേണ്ട, അവസാനം ആരാണുള്ളത് നോക്കിയാൽ മതി. സമചതുര സ്തംഭമാണ് അല്ലെങ്കിൽ സ്ക്വയർ പ്രിസം ആണ്. ഒന്നും ആലോചിക്കേണ്ട, ഒരു സ്ക്വയർ പ്രിസത്തിനെ അങ്ങോട്ട് വരച്ചുകൊണ്ടു. ഇതാണ് നമ്മളുടെ സ്ക്വയർ പ്രിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമചതുര സ്തംഭം എന്ന് പറയുന്നത്. എന്താ? ഇയാളുടെ വശങ്ങളെല്ലാം ഷീറ്റാണ്. വശങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട, എല്ലാരും 10 ആണ്. ലെങ്ത് 10 ആണ്, ബ്രെഡ്ത്ത് 10 ആണ്, ഹൈറ്റ് 10 ആണ് അങ്ങോട്ട് എഴുതിക്കൊണ്ട് കേട്ടോ. ഇയാളൊരു ക്യൂബാണ് കേട്ടോ. ഒന്നുമല്ല, എല്ലാവരും ഈക്വൽ ആയപ്പോൾ ഇയാളൊരു ക്യൂബായിട്ടുണ്ട്. സമചതുര സ്തംഭമാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ നമ്മളോട് ഫസ്റ്റത്തെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ സ്തംഭത്തിന്റെ ആകെ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമ്മളോട് ചോദിച്ചത്. ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ചതല്ല. ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ, മൊത്തത്തിലുള്ള സർഫസ് ഏരിയ ആണ്. എല്ലാ ഭാഗത്തുള്ള ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് പാദപരപ്പ് അല്ലെങ്കിൽ പാദപരപ്പ് പ്ലസ് എന്താ യാക്കെന്താ പാർശ്വപരപ്പ് അല്ലത്. വക്രം എന്ന് പറയുമ്പോ സർക്കിൾ ആവുമ്പോൾ സിലിണ്ടർ ആവുമ്പോഴാണ് വക്രം ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയ സിലിണ്ടറിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇയാൾക്ക് പാർശ്വ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, പാർശ്വ തലപരപ്പ് അല്ലെങ്കിൽ പാർശ്വമുഖ പരപ്പളവ് എന്നൊക്കെ പറയും. നമ്മൾ ഇത്രേ എഴുതുന്നുള്ളൂ, കാര്യങ്ങൾക്ക് മനസ്സിലായാൽ മതി. പാദപരപ്പ്, എടാ ഇയാൾക്ക് 2 പരപ്പില്ലേ, അപ്പൊ 2 എന്ന് എഴുതിക്കൂടെ? 2 എന്ന് എഴുതാം. പാദപരപ്പ്, പാദം ഒരു സ്ക്വയർ ആണ്. ഇപ്പൊ ചതുരായാലും പ്രശ്നങ്ങളൊന്നുമില്ല, സ്ക്വയർ ആണ്. സ്ക്വയറിന് നമ്മൾ സ്ക്വയറിന്റെ ഏരിയ, സ്ക്വയറിന്റെ പരപ്പാണ് അല്ലെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ എന്നൊക്കെ നമ്മൾ പറയും, പ്രശ്നങ്ങളൊന്നുമില്ല. എ എന്ന് പറയുന്നത് 10 ആണെന്നൊക്കെ അറിയാം, പ്രശ്നമൊന്നുമില്ല. ചതുരം തന്നെയല്ലേ, നമുക്ക് LB എന്ന് പറഞ്ഞുകൂടെ? ഇനിയിപ്പോ എ സ്ക്വയർ പറഞ്ഞാലും പ്രശ്നമില്ല. LB L ഇൻറ്റു ബി എന്ന് പറയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് തന്നെയല്ലേ, ഇയാൾ സ്ക്വയർ ആയെന്നേ ഉള്ളൂ. പ്ലസ് ഇനിയിപ്പോ എ സ്ക്വയർ എന്ന് എഴുതാട്ടോ, പ്രശ്നമൊന്നുമില്ല. 10 എടുത്താൽ മതി. സുഖം എന്ന് പറയുന്നത് എ സ്ക്വയർ എടുക്കുകയാണ്. നമുക്ക് LB എന്ന് എപ്പോഴും പഠിച്ചു വെക്കണം, നല്ലതാണ്. പാർശ്വപരപ്പ്, ചുറ്റുള്ള പരപ്പ് അല്ലെ. പാർശ്വപരപ്പ് എന്ന് പറയുന്നത് പാദ ചുറ്റളവും ഉയരം ആരതാണ്? സ്തംഭത്തിന്റെ ഉയരാണ്. ആ 2 ചെങ്ങായിമാരെയും ഗുണിച്ചാൽ എന്ത് കിട്ടും? പാർശ്വപരപ്പ് അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയയും നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഇയാളെയൊക്കെ ഒന്ന് സംഖ്യകളൊക്കെ ഒന്ന് കൊടുക്കാം. 2 നമുക്കറിയാം, L നമുക്കറിയാം 10 ആണ്, ബ്രെഡ്ത്തും നമുക്കറിയാം 10 ആണ്. പ്ലസ് പാദ ചുറ്റളവ്, പാദം എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. പാദം എന്ന് പറയുന്നത് സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഇയാളും 10 ആണ്, ഇയാളും 10 ആണ് അല്ലെ. നമുക്ക് 4 ഇൻറ്റു 10 വേണമെങ്കിൽ എഴുതാം, പ്രശ്നമൊന്നുമില്ല. 10 പ്ലസ് 10 എന്ന് എഴുതിയാലും പ്രശ്നങ്ങളില്ല. ഇൻറ്റു ഹൈറ്റ്, ആരുടെ ഹൈറ്റ് ആണ്? സ്തംഭത്തിന്റെ ഹൈറ്റ് ആണ്. അത് 10 ആണ്, അതും 10 ആണ്. എല്ലാവരും 10 ആണ്.
അപ്പൊ ഇത് നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. കിട്ടും നോക്കാം. 10 × 10 എന്ന് പറയുന്നത് 100 ആണ്. 100 × 2 എന്ന് പറയുന്നത് 200 ആണ്. 200 എന്ന് എഴുതി പ്ലസ് 10 10 10 10 പ്ലസ് 40 അല്ലേ? 40 × 10 400 എന്ന് കിട്ടും അല്ലേ? നമ്മൾ ഒന്നും ആലോചിക്കേണ്ട. നമുക്കത് കിട്ടില്ലെങ്കിൽ ഒരു സൈഡിൽ പോയി ചെയ്തോണ്ട് ഒന്നും ആലോചിക്കണ്ട കേട്ടോ. 400 + 200 എന്ന് പറയുന്നത് 600 ആയിരിക്കും. നമ്മൾ കണ്ടിട്ടുള്ളത് ഉപരിതല പരപ്പാണ് കണ്ടുള്ളത്. അതായത് ഇയാൾക്ക് സെന്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും 600 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 600 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട് മക്കളെ. നമുക്ക് അതെന്താന്ന് കൂടി നോക്കാം. രണ്ടാമത്തെ ഒരു ചോദ്യം, ഇതിൽ എത്ര ലിറ്റർ കൊള്ളും? നല്ല സുഖമുള്ള അടുത്ത ചോദ്യം. എത്ര ലിറ്റർ കാണുന്നതും അയാളുടെ വ്യാപ്തം കാണുന്നതും ഒരേപോലെ തന്നെയാണ്. അതേപോലെ ഒരാളെ ഉരുക്കിയിട്ട് മറ്റൊരാളെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവിടെയും നമ്മൾ ഉരുക്കുമ്പോൾ എന്താ വ്യാപ്തം തന്നെയാണ് അവിടെ കാണുക. ഉരുക്കുക എന്ന് കേട്ടാലും ലിറ്റർ കാണുക എന്ന് പറഞ്ഞാലും നമ്മൾ വ്യാപ്തത്തിന് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ നമ്മൾ ഇയാളുടെ ഉള്ളിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദിക്കുന്നത്. ഒരു സംശയമില്ലാതെ നമുക്ക് ഇയാളെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം നമുക്ക് കാണാം. വ്യാപ്തം എന്ന് പറയുന്നത് പാദപരപ്പ് അല്ലെങ്കിൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്, ഉയരമാണ്. ഓക്കെ, അത് എന്ന് പറയുന്നത് പാദപരപ്പ് നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടോ? പാദപരപ്പ് ഇനിയിപ്പോൾ അത് കണ്ടെത്തിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പാദപരപ്പ് എന്ന് പറയുന്നത്, പാദം എന്ന് പറയുന്നത് ഇയാളാണ്. പാദപരപ്പ് എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ചതുരമായതുകൊണ്ട് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയും. ഉയരം എത്രയാ? h നമ്മൾ കൊടുക്കും. നമുക്കറിയാം ഏതൊരു ചതുരസ്തംഭത്തിന്റെയും വോളിയം കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഈ സാധനങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. കാണാതെ പഠിച്ചു വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരു ചിത്രം കണ്ടാൽ അതൊന്ന് LBH ആണെന്ന് മനസ്സിലാക്കാനും അവളെ കൊണ്ട് കഴിയണം. ഓക്കെ, ലെങ്ത് എത്രയാ? 10 ആണ്. ബ്രെഡ്ത്ത് എത്രയാ? അയാളും 10 ആണ്. ഹൈറ്റ് എത്രയാ? അയാളും 10 ആണ്. നമുക്ക് കിട്ടും 10 × 10 × 10 എന്ന് പറയുന്നത് 1000 അല്ലെങ്കിൽ 1000. ഇയാള് സെന്റിമീറ്റർ ക്യൂബ് ആണ്. സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ സെന്റിമീറ്റർ ക്യൂബ്, മലയാളത്തിൽ ഘന സെന്റിമീറ്ററും നമ്മൾ എഴുതും. പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രയും എന്താണ്? വോളിയാണ് കണ്ടത്. ഇത്രയും ലിറ്റർ ആണ് ഇയാളെ ഉള്ളില് കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് മക്കളെ. ഇവിടെ ഒരു സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്. അയാളെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റണം. നമുക്കറിയാം 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 ലിറ്റർ ആണെന്ന് നമുക്കറിയാം അല്ലെ? അതേപോലെ നമുക്കറിയാം 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നതും 1000 ലിറ്റർ ആണ് അല്ലെ? നമുക്ക് എന്താ ഇവിടെ എന്താ 1000 സെന്റിമീറ്റർ 1 ലിറ്റർ ആണ്. അപ്പൊ 1 ലിറ്ററേ ഉള്ളൂ. ഇയാളെ ഉള്ളിൽ 1 ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. നമ്മളെ ഉത്തരം എന്ന് പറയുന്നത് 1 ലിറ്റർ ആയിരിക്കും. 1 ലിറ്റർ ആയിരിക്കും. റെഡിയാണോ? നല്ല സുഖമുള്ളൊരു ചോദ്യമാണത്. നമ്മൾ ഇതിൽ ചോദ്യം വായിച്ച് മനസ്സിലാക്കണം എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സംഭവം കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്ര സുഖമായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ.